ക്രിസ്തു ബേത്ലഹേമിലാണ് ജനിച്ചതെങ്കിൽ രാമയിൽ എങ്ങനെയാണ് നിലവിളിയുണ്ടാകുന്നത്? ഈ രണ്ട് സ്ഥലങ്ങൾ രണ്ട് ദിക്കുകളായിരുന്നു. ബേത്ലഹേമിൽ ജനിച്ച് മിസ്രൈമിൽ വളർന്ന യേശു എങ്ങനെ നസ്രായൻ എന്ന് വിളിക്കപ്പെടും? ഒന്നും ഒരു എത്തും പിടിയും കിട്ടിയില്ലല്ലേ? ചിന്തിക്കാം. ജീവസന്ദേശം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. തിരുവെഴുത്തുകളുടെ നിവൃത്തീകരണം മനുഷ്യബുദ്ധിക്കൊരുപക്ഷെ അസംഭവ്യമെന്ന് തോന്നാം. എന്നാൽ ദൈവവചനത്തോളം ഉറപ്പുള്ള മറ്റൊന്നും ഈ ലോകത്തിലില്ല എന്നതാണ് വാസ്തവം. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിൻ്റെ വചനങ്ങൾ ഒരിക്കലും മാറുകയില്ല. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ. അവയിൽ ഒന്നും കാണാതിരിക്കില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. അവിടുത്തെ വായിലോ കൽപ്പിച്ചത് അവിടുത്തെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തിയതെന്ന് യെശയ്യാപ്രവചന പുസ്തകത്തിൽ നാം കാണുന്നു. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ കിഴക്ക് നിന്ന് വിദ്വാൻമാർ ബേത്ലഹേമിൽ പിറന്ന ശിശുവിനെ കാണുവാൻ വരുന്നതിൻ്റെ ഒരു വിവരണം നമുക്ക് ലഭിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തോട് പഴയ നിയമ പ്രവചനങ്ങളിൽ പലതും എങ്ങനെയാണ് നിറവേറിയത് എന്ന് വിശുദ്ധ മത്തായി തൻ്റെ സുവിശേഷത്തിൽ വിവരിക്കുന്നു. 4 പ്രവചനങ്ങളുടെ നിവൃത്തിയാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാസ്തവത്തിൽ ബൈബിൾ പഠിച്ചു മനസ്സിലാക്കുവാൻ താല്പര്യമുള്ളവരും ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവചനങ്ങളെല്ലാം എങ്ങനെ നിവൃത്തിയാകും എന്ന് അതിശയിച്ചിരുന്നവരും ഏറെ ഉണ്ടായിരുന്നു. അതൊക്കെ പഴയ നിയമത്തിൽ നിന്നും വായിക്കുമ്പോൾ നിവൃത്തിയാകുവാൻ പ്രയാസമുള്ളവ എന്ന് അവർ കണക്കുകൂട്ടി. അവയിൽ ചിലത് ഞാൻ പറയാം. ക്രിസ്തുവിൻ്റെ ആദ്യത്തെ വരവോടെ അതൊക്കെ എങ്ങനെ നിവൃത്തിയായി എന്ന് നമുക്ക് ഇന്ന് ചിന്തിക്കാം. മശിഹ ബേത്ലഹേമിൽ ജനിക്കുമെന്ന് മീഖ പ്രവാചകൻ പ്രവചിച്ചു. അവനെ മിസ്രൈമിൽ നിന്ന്, അതായത് മശിഹായെ മിസ്രൈമിൽ നിന്ന് വിളിച്ചു വരുത്തുമെന്ന് ഹോശേയ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. രാമയിൽ നിലവിളി ഉണ്ടാകുമെന്ന് യിരെമ്യാ പ്രവാചകൻ പ്രവചിച്ചു. മശിഹ ഇശായിയുടെ കുറ്റിയിൽ നിന്നുള്ള ഒരു മുള ആയിരിക്കുമെന്നും അതുകൊണ്ട് അവനെ നസ്രായൻ എന്ന് വിളിക്കുമെന്നും യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു. ക്രിസ്തു ബേത്ലഹേമിലാണ് ജനിക്കുന്നതെങ്കിൽ രാമയിൽ എങ്ങനെയാണ് നിലവിളി ഉണ്ടാകുന്നത്? ഈ 2 സ്ഥലങ്ങൾ 2 ദിക്കുകളായിരുന്നു. ബേത്ലഹേമിൽ ജനിച്ച് മിസ്രൈമിൽ വളർന്ന യേശു എങ്ങനെ നസ്രായൻ എന്ന് വിളിക്കപ്പെടും? ഒന്നും ഒരു എത്തും പിടിയും കിട്ടാത്ത ചില ചോദ്യങ്ങൾ. പ്രവചനത്തിനോ ചരിത്രത്തിനോ യാതൊരു കോട്ടവും വരുത്താതെ എത്രമാത്രം അക്ഷരികമായും കൃത്യമായും സ്വാഭാവികമായും ഇവയെല്ലാം നിറവേറ്റപ്പെട്ടുവെന്ന് വിശുദ്ധ മത്തായി കാണിച്ചു തരുന്നു. ദൈവം മുൻകൂട്ടി അരുളി ചെയ്ത പ്രകാരം അവയെല്ലാം സംഭവിച്ചു. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന എത്രയെത്ര പ്രവചനങ്ങളാണ് നമുക്കുള്ളത്? അവ എങ്ങനെ നിറവേറുമെന്ന് നിങ്ങൾ സംശയിക്കുന്നുവെങ്കിൽ ഇതുവരെ നടന്നത് ഒന്ന് അവലോകനം ചെയ്താൽ ശരിയാകുവാനുള്ളതേ ഉള്ളൂ. ഇന്നത്തെ പഠനത്തിൽ ഇതിന് സഹായകമായ ചില ചിന്തകളാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിരത്തുവാൻ ആഗ്രഹിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ഹെരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദ്യയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. വിദ്വാൻമാർ വന്നതിൻ്റെ ചരിത്രരേഖയാണ് ഇപ്പോൾ വായിച്ചു കേട്ടത്. ഹെരോദ രാജാവിൻ്റെ കാലത്താണ് അവർ വന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചോ? ഹെരോദ രാജാവ് ആഗ്രഹിക്കാതിരുന്നതും അനുവദിച്ചു കൊടുക്കാൻ തയ്യാറല്ലാതിരുന്നതുമായ ഒരു കാര്യമുണ്ടായിരുന്നെങ്കിൽ അത് മത്സരമായിരുന്നു. അതുകൊണ്ട് തന്നെ വിദ്വാൻമാർ യെരുശലേമിലേക്ക് വന്നപ്പോൾ മുതൽ ഹെരോദാവിൻ്റെ തലവേദന കൂടി.
അവൻ കുറെ കൂടി ഗൗരവമായി ചിന്തിക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ അങ്ങ് വിട്ടാൽ സംഗതി കുഴപ്പമാകുമല്ലോ. കിഴക്ക് നിന്നും 3 വിദ്വാൻമാർ യെരുശലേമിലേക്ക് വന്നു, അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? അല്ല, 3 എന്ന സംഖ്യ ഞാൻ ചേർത്ത് വായിച്ചതാണ്. പക്ഷേ ഈ കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് കിട്ടിയ ക്രിസ്മസ് കാർഡ് പോലും ആ ധാരണയല്ലേ നിങ്ങൾക്ക് തന്നത്? 3 വിദ്വാൻമാർ. എനിക്ക് തോന്നുന്നത് ബഹുഭൂരിപക്ഷം ആളുകൾക്കും അറിയാവുന്ന ക്രിസ്മസ് കഥ ക്രിസ്മസ് കാർഡിലുള്ളത് മാത്രമാണ്. അതുകൊണ്ട് അവർക്ക് അനേക തരത്തിലുള്ള തെറ്റായ ധാരണകളുണ്ട് താനും. ഈ 2-ാം അധ്യായത്തിൽ തന്നെ അവയിൽ പലതും ഞാൻ തിരുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 3 വിദ്വാൻമാരാണ് വന്നതെന്ന് ഒരു രേഖയുമില്ല, എങ്ങും പറഞ്ഞിട്ടില്ല. എത്ര പേരാണ് എന്നെനിക്കറിയില്ല, അതൊരു വിഷയമായി എടുക്കേണ്ട കാര്യവുമില്ല. പക്ഷേ എനിക്കുള്ള സംശയം എന്തെന്നാൽ 3 വിദ്വാൻമാരുടെ സന്ദർശനം ഹേരോദാവിനെ ഭ്രമിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. അതാണ് എൻ്റെ പ്രശ്നം. അതുമാത്രമല്ല, യെരുശലേം പട്ടണം മുഴുവൻ കലക്കുവാൻ ഈ 3 പേർ മതിയാകുമായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ഒരു 300 പേർ കൂടിയിരുന്നെങ്കിൽ അത് സാധ്യമായിരുന്നു എന്നത്രേ. വേറൊരു കാര്യം, കിഴക്ക് നിന്നും വന്ന ഈ വിദ്വാൻമാർ കിഴക്കിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നത്രേ വന്നത്. അവരെല്ലാവരും നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കുന്നവരായിരിക്കും. അവർ ഒരു പ്രത്യേക നക്ഷത്രം കാണുകയും അതിനു മുമ്പേ ഒന്നിച്ചുകൂടി യെരുശലേമിലേക്ക് വരികയും ആണുണ്ടായത്. അവർ എത്ര പേർ ഉണ്ടായിരുന്നുവെന്ന് എനിക്കറിയില്ല. 3 പേരായിരിക്കില്ല എന്ന് മിക്കവാറും ഉറപ്പാണ്. 300 പേരായിരുന്നിരിക്കും എന്ന് പറയുന്നതാണ് കുറെ കൂടെ ശരി. 300 വിദ്വാൻമാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ സ്ഥിരീകരിച്ചു പറഞ്ഞു എന്ന് നിങ്ങൾ പറയരുതേ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ വിദ്വാൻമാർ വന്നു. 2-ാം വാക്യത്തിൽ നാം കാണുന്നത്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വിദ്വാൻമാർ ഒരു രാജാവിനെ തിരയുകയായിരുന്നു. അതാണ് ഹേരോദാവിനെ ചിന്താകുലനാക്കിയത്. യഹൂദന്മാരുടെ രാജാവ്, ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു. ഇവിടെ കിഴക്ക് എന്നതുകൊണ്ട് അവരുടെ സ്ഥലമാകുന്നു ഉദ്ദേശിക്കുന്നത്. ദിക്കായിരുന്നുവെങ്കിൽ അവർ ഭാരതത്തിലോ ചൈനയിലോ എത്തിയേനെയും. ഇസ്രായേലിൽ അവർ എത്തിയെന്ന് പറയുമ്പോൾ അവർ പടിഞ്ഞാറോട്ടാണല്ലോ സഞ്ചരിച്ചത്. അവർ ആ നക്ഷത്രത്തിൻ്റെ പോക്കനുസരിച്ചായിരുന്നു സഞ്ചരിച്ചത്. എൻ്റെ ചോദ്യം, ആ വിദ്വാൻമാർ ഈ നക്ഷത്രത്തെ എങ്ങനെ ഒരു രാജാവുമായി ബന്ധപ്പെടുത്തി എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെടുത്തി എനിക്കറിയാവുന്ന ഒരേ ഒരു കാര്യം, പഴയ നിയമത്തിൽ ബിലെയാം നൽകിയ ആ ഒരു പ്രവചനം മാത്രമാകുന്നു. കിഴക്കുള്ള ജനങ്ങൾക്ക് ആ പ്രവചനം ഉണ്ടായിരുന്നു. സംഖ്യാപുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ ഈ പ്രവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്, യാക്കോബിൽ നിന്നും ഒരു നക്ഷത്രം ഉദിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ആ പ്രവചനം ശ്രദ്ധിക്കുക. യാക്കോബ് എന്നതുകൊണ്ട് ഇസ്രായേൽ ജാതിയെയാണ് ഉദ്ദേശിക്കുന്നത്. ഇസ്രായേലിൽ നിന്നും ഒരു ചെങ്കോൽ ഉയരും. നക്ഷത്രവും ചെങ്കോലും ഒരുമിച്ച് പോകുന്നതാണ്. പഴയ നിയമ പ്രവചനത്തിൽ ഇവ രണ്ടും ഒരുമിച്ച് കാണുന്ന ഭാഗം ഇതുമാത്രമാകുന്നു. കിഴക്ക് പാർത്തിരുന്ന വിദ്വാൻമാർക്ക് ആ പ്രവചനം അറിയാമായിരുന്നു. അതുകൊണ്ട് അവർ രാജാവിനെ അന്വേഷിച്ച് കിഴക്ക് നിന്നിറങ്ങി തിരിച്ചു. യെരുശലേം പട്ടണത്തെയും വൃദ്ധനായ ഹേരോദാവിനെയും ഭ്രമിപ്പിച്ച സംഭവം അതായിരുന്നു. 3-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഹേരോദ രാജാവ് അത് കേട്ടിട്ട് അവനും യെരുശലേമൊക്കെയും ഭ്രമിച്ചു. ഇപ്രകാരത്തിലൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരു കൂട്ടം പ്രസക്തരായ വിദ്വാൻമാർ യെരുശലേമിൽ പ്രവേശിച്ചപ്പോൾ ആ പട്ടണം മുഴുവൻ ചിന്താക്കുഴപ്പത്തിലായി എന്നതിൽ സംശയമില്ല. ഹേരോദാവിന് ഇതേക്കുറിച്ച് കൂടുതൽ അറിയുവാനുള്ള താല്പര്യമായി. ഇവിടെ നാം ഹേരോദാവ് എന്ന് വിളിക്കുന്ന വ്യക്തി മഹാനായ ഹേരോദാവായിരുന്നു, ഹെരോദ് ദ ഗ്രേറ്റ്. വളരെയധികം അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ. ഹേരോദ രാജാക്കന്മാരുടെ കുടുംബം ഒരു കൂട്ടം വഷളന്മാരുടെ കുടുംബമായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്നും വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ വഷളനായിരുന്നു ഈ ഹേരോദാവ്. അയാൾ തൻ്റെ ഈ രാജപദവി റോമ ഗവൺമെൻറ്റിൽ നിന്നും വിലയ്ക്ക് വാങ്ങുകയായിരുന്നു ചെയ്തത്. അവൻ ഇസ്രായേലിൽ നിന്നും ഉള്ളവനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ സിംഹാസനത്തിനെതിരായി പ്രത്യക്ഷപ്പെട്ടു എന്ന് കേട്ട ഉടനെ അത് കണ്ടുപിടിക്കുവാൻ ഹേരോദാവ് യഥാർത്ഥത്തിൽ ആകാംക്ഷാഭരിതനായി. 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം കാണുന്നത്,
ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി, ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവൻ അപേക്ഷിക്കുകയല്ല ചെയ്തത്, ആവശ്യപ്പെടുകയാണ്, ചോദിക്കുകയാണ്. അവൻ പറഞ്ഞത്, എനിക്കറിയാം നിങ്ങൾക്കൊരു വേദമുണ്ട് എന്ന്, വരുന്നതായ മശിഹായെക്കുറിച്ചുള്ള വിവരണം അതിലുണ്ട്. അവൻ എവിടെ ജനിക്കും എന്നെനിക്കറിയണം. ആശ്ചര്യജനകമായൊരു വസ്തുത എന്തെന്നാൽ അവർ അവൻ്റെ ചോദ്യത്തിന് നൽകിയ മറുപടി 2-ാം അധ്യായത്തിൻ്റെ 5ഉം 6ഉം വാക്യങ്ങളിൽ നാം കാണുന്നു. അവർ അവനോട്, യഹൂദ്യയിലെ ബേത്ലഹേമിൽ തന്നെ, യഹൂദ്യ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദ്യ പ്രഭുക്കന്മാരിലൊട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. രാജാവ് ഇക്കാര്യം ശാസ്ത്രിമാരോട് ആവശ്യപ്പെട്ടപ്പോൾ അവർക്ക് തിരുവെഴുത്തുകൾ കൊണ്ടുവന്ന ആ ഭാഗം കണ്ടുപിടിക്കുവാൻ അധികം സമയം ചെലവഴിക്കേണ്ടി വന്നില്ല. മീഖാപ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് അവർക്ക് അറിയാമായിരുന്നു. ആ ഭാഗം എടുത്തു നോക്കേണ്ട ആവശ്യം പോലും അവർക്കില്ലായിരുന്നു. അതവർക്ക് മനഃപ്പാഠമായിരുന്നു. അവർ അത് ഓർമ്മയിൽ നിന്നും ഉദ്ധരിച്ചു. മശിഹായുടെ വരവിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർക്കറിയാമായിരുന്നു. അവരുടെ പ്രശ്നം എന്തായിരുന്നെന്നാൽ അവരുടെ അറിവ് വെറും ബുദ്ധിപരം മാത്രമായിരുന്നു. അത് ജീവിതവുമായി ബന്ധപ്പെട്ടിരുന്നില്ല എന്നതാണ്. വ്യക്തിപരമായി അതവർക്ക് അർത്ഥവത്തായിരുന്നില്ല. ബൈബിളിൽ അടങ്ങിയിരിക്കുന്ന ചില ചരിത്രം അറിയാവുന്ന ഒരു കൂട്ടം ആളുകളെയാകുന്നു ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഈ പറയുന്നതൊന്നും ഇങ്ങനെയുള്ളവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരർത്ഥവും നൽകുന്നതല്ല. ഈ ശാസ്ത്രിമാർക്ക് പഴയ നിയമം വളരെ ഭംഗിയായി അറിയാമായിരുന്നതിനാൽ അവർ ആ വിദ്വാൻമാരുടെ അടുത്ത് ചെന്ന്, ഞങ്ങളും കൂടി മശിഹായെ കാണുവാൻ നിങ്ങളുടെ കൂടെ വരികയാണ്, നാളുകളായി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ തെറ്റി. അവർക്ക് അങ്ങനെ ഒരു പരിപാടിയേ ഇല്ലായിരുന്നു. അതിനകത്തൊരു മണ്ടൻ പോലും എന്നാലൊന്ന് പോയി നോക്കിക്കളയാം, ഇത്രയും നാളും ഞങ്ങൾ ഇതൊക്കെയല്ലേ പ്രസംഗിച്ചത് എന്ന് ചിന്തിച്ചില്ല. ഇന്ന് എത്ര പേർ ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനെക്കുറിച്ച് കാത്തിരിക്കുന്നുവെന്ന് ഞാൻ അങ്ങ് അത്ഭുതപ്പെടുകയാണ്. നാം അതേപ്പറ്റി സംസാരിക്കും. പ്രവചനങ്ങളെക്കുറിച്ച് നാം വളരെയധികം പഠിക്കും. നാം പാടുന്ന പാട്ടുകളിൽ മിക്കവാറും എല്ലാം തന്നെ ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിനെ കാണിക്കുന്നതാണ്. എന്നാൽ സുഹൃത്തേ, നിങ്ങൾ ഇപ്പോൾ അവനെ കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ സമയത്ത് അവൻ നിങ്ങളായിരിക്കുന്ന പ്രവർത്തന സ്ഥാനത്തേക്ക് കടന്നു വരികയാകുന്നുവെങ്കിൽ എന്താകുന്നു വാസ്തവത്തിൽ സംഭവിക്കുക? അവിടുന്ന് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളെ തടസ്സപ്പെടുത്തുമോ? കർത്താവേ, നിൻ്റെ സന്ദർശനം വേറെ ഏതെങ്കിലും ഒരു സമയത്തേക്കൊന്ന് മാറ്റിവെച്ചാലും എന്ന് നിങ്ങൾക്ക് അവനോട് പറയേണ്ടി വരുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. മിക്കവാറും അത് സംഭവിക്കും അല്ലേ? കർത്താവ് വരുമെന്ന് പ്രസംഗിക്കുന്നതായിട്ടുള്ള ആളുകൾ, അത് പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകൾ പോലും അവനിപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ തയ്യാറാവില്ല എന്നതാണ് വാസ്തവം. ഹേരോദാവിന് ശാസ്ത്രിമാരിൽ നിന്നും ആവശ്യമായിരുന്ന അറിവ് കിട്ടി. 7-ാം വാക്യത്തിൽ, എന്നാൽ ഹേരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. ഞാനിപ്പോൾ ഒരു പ്രസ്താവന ചെയ്യുവാൻ പോകുകയാണ്. അല്പം കഴിഞ്ഞ് ഞാനത് തെളിയിക്കാം. ആ വിദ്വാൻമാർ യെരുശലേമിൽ എത്തിയതിന് വളരെ മുമ്പാണ് നക്ഷത്രം അവർക്ക് പ്രത്യക്ഷപ്പെട്ടത്. അവർ മരുഭൂമിയിൽ കൂടിയുള്ള ആ ദീർഘമായ യാത്ര ഒട്ടകപ്പുറത്താണ് നടത്തിയത്. ഏതെങ്കിലും ഒരു വിമാനത്തിലായിരുന്നില്ല എന്നറിയാമല്ലോ. മരുഭൂമിയിലൂടെ ഒട്ടകപ്പുറത്തുള്ള യാത്ര തീർച്ചയായും വളരെ നീണ്ട യാത്രയായിരുന്നു. നക്ഷത്രം ആദ്യം കണ്ടതിന് ശേഷം 1 വർഷത്തിനകം അവർ യെരുശലേമിൽ എത്തിച്ചേർന്നില്ല എന്നത്ര എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അവർക്കതൊരു ചെറിയ ക്രിസ്മസ് ആഘോഷമായിരുന്നില്ല. മരുഭൂമിയിലൂടെയുള്ള ക്ഷീണിപ്പിക്കുന്ന നീണ്ട യാത്ര ചെയ്യുമ്പോഴും ആ രാജാവായി പിറന്നവനെ കാണണമെന്നും തങ്ങൾ കരുതിയിരിക്കുന്ന കാഴ്ചകൾ അവൻ്റെ മുൻപിൽ അർപ്പിക്കണമെന്നുമുള്ള ആശ അവർക്കുണ്ടായിരുന്നു. ഹേരോദാവ് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചാട്ടെ. ഈ സംഭവത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഖണ്ഡിയായി നാം അത് പിന്നീട് കാണും.
അനന്തരം ഹേരോദാവ് വിദ്വാൻമാരെ ബേത്ലഹേമിലേക്ക് അയച്ചു. 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പീൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പീൻ എന്ന് പറഞ്ഞു. ഹേരോദാവ് യഥാർത്ഥത്തിൽ ആർക്കും പിടികൊടുക്കാത്ത ഒരു പഴയ പാമ്പിനെ പോലെ ദുർബോധമുള്ളവനായിരുന്നു. അങ്ങനൊരു രാജാവ് പിറന്നിട്ടുണ്ടോ? എന്നാൽ അവൻ എവിടെയാണ് വാഴാൻ പോകുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ, ഇപ്പോൾ തന്നെ അവൻ്റെ കഥ കഴിച്ചു കളയാം. ഇങ്ങനെ ഹേരോദാവ് പറഞ്ഞിരുന്നെങ്കിൽ, എന്നിട്ട് പടയാളികളെ ബേത്ലഹേമിലേക്ക് അയച്ചുവെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാം. അവർ ഒരിക്കലും ആ ശിശുവിനെ കാണുമായിരുന്നില്ല. കാരണം ഉടൻ തന്നെ വിദ്വാൻമാർ ആ വിവരം മറിയയെയും യോസഫിനെയും അറിയിക്കും. ഉടനെ അവർ ആ കുഞ്ഞിനെ എവിടെയെങ്കിലും ഒളിപ്പിക്കും. വിദ്വാൻമാർ പോയി ആ ശിശുവിനെ കാണുന്നതും തിരിച്ചു വന്ന് വിവരം തന്നോട് പറയുന്നതുമാണ് ഏറ്റവും ബുദ്ധിപരമായ നല്ലതായ മാർഗമെന്ന് ഹേരോദാവിന് അറിയാമായിരുന്നു. തനിക്കും പോയി ശിശുവിനെ നമസ്കരിക്കണമെന്ന് അവൻ അവരോട് പറഞ്ഞു. വാസ്തവത്തിൽ യേശുവിനെ കൊല്ലുകയായിരുന്നു ഹേരോദാവിൻ്റെ താൽപ്പര്യം. ഇതിലൊരു സംശയവുമില്ല. 10-ാം വാക്യത്തിൽ 9-ഉം 10-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിനു മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. വീണ്ടും ഇതാ നക്ഷത്രം പ്രത്യക്ഷപ്പെടുന്നു. ഞാൻ ചിന്തിക്കുന്നത്, നക്ഷത്രം കാണാതെ തന്നെ അവർ ബഹുദൂരം യാത്ര ചെയ്ത് കാണുമെന്നത്രേ. ഒരു പ്രത്യേക സമയത്ത് ചില നക്ഷത്രങ്ങൾ ഒരുമിച്ച് ചേർന്ന് മുൻപോട്ട് പോയിരുന്നു എന്നുള്ള തെറ്റായ പഠിപ്പിക്കലിന് മറുപടിയാണല്ലോ ഈ 9-10 വാക്യങ്ങൾ. ഇതൊരു അസാധാരണവും അത്ഭുതകരവുമായ നക്ഷത്രമായിരുന്നുവെന്ന് വിശുദ്ധ മത്തായി വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. തീർച്ചയായും ആ കണ്ട നക്ഷത്രം ഒരു അതിശയം തന്നെയായിരുന്നു. അതിനൊരു വിശദീകരണം കണ്ടെത്തുവാൻ നമുക്ക് ബുദ്ധിമുട്ടേണ്ടതില്ല. ആ സമയത്ത് ആകാശത്ത് കൂടുതൽ ചലനങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം എന്ന് അനേകം വാനശാസ്ത്രജ്ഞന്മാരും വിചാരിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള വരവെങ്കിൽ ആകാശവും ഭൂമിയും ഒരുപോലെ പ്രതികരിക്കുകയുണ്ടായി. അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവ് ഒരു മനുഷ്യനായി അവതരിച്ചപ്പോൾ ഈ അത്ഭുതകരമായ സംഭവം, അതെ, ആ സംഭവ വികാസങ്ങൾ ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിദ്വാൻമാർ ഒരു അത്ഭുത നക്ഷത്രം കണ്ടു. അത് തികച്ചും ഒരു അത്ഭുതമായിരുന്നു. 11-ാം വാക്യത്തിൽ നാം കാണുന്നത്, ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയയോടുകൂടെ കണ്ട് വീണവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തുരുക്കവും മൂരും കാഴ്ചവെച്ചു. ഈ വിദ്വാൻമാർ വന്നു ചേർന്നപ്പോൾ യേശു ആ വഴിയമ്പലത്തിന് പുറകിലുള്ള പശുക്കൂട്ടിലല്ലായിരുന്നു കിടന്നിരുന്നത്. ബേത്ലഹേം നഗരത്തിലെ ജനപ്രവാഹമെല്ലാം നിലച്ചിരുന്നു. പേർവഴി ചാർത്തൽ കഴിഞ്ഞിരുന്നത് കൊണ്ട് ജനങ്ങളെല്ലാം തങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയിരുന്നു. എന്നാൽ മറിയയ്ക്ക് ഈ ശിശു ജനിച്ചിരുന്നതിനാൽ അവനെയും കൊണ്ട് ഉടനെ യാത്ര ചെയ്യുവാൻ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയുള്ളൊരു യാത്ര ഒരുപക്ഷെ ആ പിഞ്ചു പൈതലിൻ്റെ ജീവന് അപായകരമായിരുന്നിരിക്കാം. അതിനാൽ അവർ ബേത്ലഹേമിൽ തന്നെ താമസിച്ചു. ഇപ്പോൾ ഒരു വീട്ടിലേക്ക് മാറിക്കാണും, അത്രമാത്രം. വിദ്വാൻമാർ അവരെ ഒരു വീട്ടിലാണ് ചെന്ന് കണ്ടത്. പക്ഷേ നമ്മുടെ ക്രിസ്മസ് കാർഡിലൊക്കെ കാണുന്നത് എന്തെന്നാൽ വിദ്വാൻമാർ ഒരു കാലിത്തൊഴുത്തിൽ വന്ന് കുമ്പിട്ടിരിക്കുന്നതാണ്. യേശു ആദ്യം കിടന്നിരുന്ന ഗോശാല യോസഫ് അവർക്ക് കാണിച്ചു കൊടുത്തില്ല എങ്കിൽ അത് എവിടെയാണെന്ന് അവർക്കറിയുവാൻ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ഏതായാലും അവർ വീട്ടിൽ ചെന്നു. ശിശുവിനെ, അതായത് യേശുവിനെ അവർ മറിയയായ അമ്മയോടുകൂടെ കണ്ടപ്പോൾ വിദ്വാൻമാർ അവനെ വീണ് നമസ്കരിച്ചു എന്ന കാര്യം ശ്രദ്ധിച്ചാലും, മറിയയെ നമസ്കരിച്ചതായും ആരാധിച്ചതായും പറയപ്പെടാവുന്ന ഒരവസരം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വിദ്വാൻമാർ യേശുവിനെ കണ്ട് നമസ്കരിച്ചപ്പോഴായിരുന്നു. പക്ഷേ ഓർക്കുക, അവർ വിദ്വാൻമാരായിരുന്നു. അവർ മറിയയെ നമസ്കരിച്ചില്ല. അവർ അവനെ, അതെ, ക്രിസ്തുവിനെ നമസ്കരിച്ചു. എന്നിട്ട് നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്ന്, കുന്തിരുക്കം, മൂര് എന്നിവ കാഴ്ചവെച്ചു. യെശയ്യാപ്രവചനം 60-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ വളരെ താല്പര്യജനകമായ ഒന്നത്രേ. ആ വാക്യം ഞാനൊന്ന് വായിക്കാം. യെശയ്യാവ് 60-ന്റെ 6.
ഒട്ടകങ്ങളുടെ കൂട്ടവും മിദ്യാനിലെയും ഏഫയിലെയും ചിറ്റൊട്ടകങ്ങളും നിന്നെ മൂടും. ശേബയിൽ നിന്ന് അവരൊക്കെയും വരും. പൊന്നും കുന്തുരുക്കവും അവർ കൊണ്ടുവന്ന് യഹോവയുടെ സ്തുതിയെ ഘോഷിക്കും. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ ഈ മൂന്നിൽ ഏതൊരു കാഴ്ച വസ്തു ആയിരിക്കും ഇല്ലാത്തതെന്ന് ശ്രദ്ധിച്ചോ? മൂര്. മോരല്ല, മൂര്. മൂര് മരണത്തെ കുറിക്കുന്നതിനാൽ അവർ അന്ന് അവന് മൂര് കൊണ്ടുവരികയില്ല. എപ്പോൾ? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ. ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ അവൻ്റെ മരണത്തെ സൂചിപ്പിക്കുന്ന ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. പൊന്ന് അവൻ്റെ ജനനത്തെ സൂചിപ്പിക്കുന്നു, അവിടുന്ന് രാജാവായി ജനിച്ചവനാണ്. കുന്തിരുക്കം അവൻ്റെ ജീവിതത്തിൻ്റെ സൗരഭ്യത്തെ സൂചിപ്പിക്കുന്നു. കർത്താവിൻ്റെ ആദ്യത്തെ വരവെങ്കിൽ കാഴ്ചയായി കൊണ്ടുവന്നവ ഇതത്രേ വ്യക്തമാക്കുന്നത്. പക്ഷേ അവൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ മൂര് അവന് കാഴ്ചയായി കൊണ്ടുവരുന്നില്ല. അടുത്ത പ്രാവശ്യം ലോകത്തിൻ്റെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിപ്പാനായിട്ടല്ല ക്രിസ്തു വരുന്നത്. അവിടുന്ന് രാജാതിരാജാവും കർത്താവുമായിട്ടാണ് വരുന്നത്. അവൻ ലോകത്തെ ഭരിക്കുവാൻ വരുന്നു. അതെ, അവൻ രാജാവായിരിക്കും. 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഹേരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ഈ ഹേരോദാവ് ആത്മാർത്ഥതയുള്ള വ്യക്തിയാണെന്നും അവന് വന്ന് യേശുവിനെ നമസ്കരിപ്പാൻ താല്പര്യമുണ്ടെന്നുമാണ് പാവം വിദ്വാൻമാർ കരുതിയത്. അല്ല, അവൻ്റെ സംസാരവും ചിരിയും കണ്ടാൽ അങ്ങനെയല്ലേ തോന്നൂ. എന്തൊരു ഭക്തിയല്ലേ! വേറെ വഴിയായി മടങ്ങിപ്പോകുവാൻ ഒരു ദൈവദൂതൻ വിദ്വാൻമാർക്ക് മുന്നറിയിപ്പ് നൽകിയില്ലായിരുന്നുവെങ്കിൽ ഹേരോദാവ് ശിശുവിനെ കൊന്നുകളയുമായിരുന്നു. അവർ തെക്കോട്ട് ചെന്ന് ഹെബ്രോനിൽ കൂടി ചാവുകടലിൻ്റെ തെക്ക് ഭാഗത്ത് അക്കരെ കയറി ഹേരോദാവിൻ്റെ പിടിയിൽ നിന്നും മാറിയായിരിക്കും തിരികെ പോയത്. 13-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവർ പോയ ശേഷം കർത്താവിൻ്റെ ദൂതൻ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഹേരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ ദൂതൻ യോസഫിന് പ്രത്യക്ഷനായി. ഹേരോദാവ് ശിശുവിനെ കൊല്ലുവാൻ ഭാവിക്കുന്നതിനാൽ ബേത്ലഹേം വിട്ടു പോകേണ്ട സമയമായി എന്നത്രേ ദൂതൻ അറിയിച്ചത്. 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ട് മിസ്രൈമിലേക്ക് പോയി. യോസഫ് എത്ര പെട്ടെന്നാണ് അനുസരിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചോ? 1-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ ദൂതൻ യോസഫിന് ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നോട് ചെയ്യാൻ പറഞ്ഞത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. എന്നാൽ അത് ചെയ്യുവാൻ അവൻ സമ്മതിച്ചപ്പോൾ ആ അനുസരണത്തെ ദൈവം മാനിച്ചു. നാം അറിഞ്ഞ സത്യത്തെ, അതെ ദൈവവചനത്തെ അനുസരിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരും. നമുക്കത് അനുഗ്രഹമായി തീരും. 15-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഹേരോദാവിൻ്റെ മരണത്തോളം അവൻ അവിടെ പാർത്തു. മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. ഹോശേയ പ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നിന്നാകുന്നു ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഇവിടെ ചരിത്രപരമായ ഒരു അടിസ്ഥാനമുള്ളത് കൊണ്ട് ഇത് അതിമഹത്തായ ഒരു പ്രവചനമത്രേ. മിസ്രൈമിൽ നിന്നും വിളിച്ചു വരുത്തിയ സന്തതി ഇസ്രായേൽ ജനമായിരുന്നു. മിസ്രൈമിൽ നിന്നും വിളിച്ചു വരുത്തിയ മകൻ, അതായത് ഒരു വ്യക്തി, ഈ ശിശുവായിരുന്നു. അങ്ങനെ യോസഫ് മറിയയെയും ശിശുവിനെയും കൂട്ടി മിസ്രൈമിലേക്ക് പോയി. ദൈവം അവനെ തിരികെ വിളിക്കുന്നത് വരെ അവർ അവിടെ പാർത്തു. 16-ാം വാക്യത്തിൽ നാം കാണുന്നത്, വിദ്വാൻമാർ തന്നെ കളിയാക്കിയെന്ന് ഹേരോദാവ് കണ്ട് വളരെ കോപിച്ചു. വിദ്വാൻമാരോട് ചോദിച്ചറിഞ്ഞ കാലത്തിനൊത്തവണ്ണം 2 വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെയൊക്കെയും ബേത്ലഹേമിലും അതിൻ്റെ എല്ലാ അതിരുകളിലും ആളയച്ച് കൊല്ലിച്ചു. ഞാൻ ഇനിയും പറയുവാൻ പോകുന്നതിൽ നിന്ന് ഒരു ഭാഗം ഭാവനയിൽ നിന്നും ബാക്കി ഭാഗം വസ്തുതകളിൽ നിന്നുമാണ് അവതരിപ്പിക്കുവാൻ പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്വാൻമാരുടെ വരവ്, ഇടയന്മാർ വന്ന് ഗോശാലയിൽ കിടന്ന ശിശുവിനെ നമസ്കരിച്ചു പോയി വളരെ നാൾ കഴിഞ്ഞതിന് ശേഷമായിരുന്നു. വിദ്വാൻമാർ പിന്നീടാണല്ലോ വന്നത്. അപ്പോഴേക്കും ഈ ചെറിയ കുടുംബം ഒരു വീട്ടിലേക്ക് മാറിയിരുന്നു എന്നാണല്ലോ 11-ാം വാക്യത്തിൽ നാം മനസ്സിലാക്കുന്നത്. ഹേരോദാവും വിദ്വാൻമാരും കൂടി ആ രഹസ്യ ചർച്ച നടത്തുമ്പോൾ നക്ഷത്രം വെളിവായ സമയം ഹേരോദാവ് വിദ്വാൻമാരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു എന്ന് 7-ാം വാക്യത്തിൽ നാം കണ്ടു. എൻ്റെ ഊഹം,
ഈ വിദ്വാൻമാർ പറഞ്ഞു കാണും, അത് ഏതാണ്ട് 1 വർഷം മുമ്പാണ് രാജാവേ എന്ന്. നമ്മുടെ ചിന്ത ശരിയാണെങ്കിൽ കിഴക്കിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വിദ്വാൻമാർ വന്ന് ഒരു പ്രത്യേക സ്ഥലത്ത് സമ്മേളിക്കുകയും അവിടെ നിന്നും അവർ ഒരുമിച്ച് യെരുശലേമിലേക്ക് തിരിക്കുകയും ചെയ്തു. ഒട്ടകപ്പുറത്ത് മാത്രം യാത്ര ചെയ്തിരുന്ന ആ കാലങ്ങളിൽ ഈ വിദ്വാൻമാരുടെ യാത്ര വളരെയധികം സമയമെടുത്തുള്ള ഒന്നായിരുന്നിരിക്കും. അത് 1 വർഷം ആയിരിക്കാം, ചിലപ്പോൾ അതിൽ കൂടുതലായിരിക്കാം. പക്ഷേ ശിശു എവിടെയാണെന്ന വിവരം തന്നെ അറിയിപ്പാൻ വിദ്വാൻമാർ മടങ്ങി വരാഞ്ഞത് കാരണം ഹേരോദാവ് ആകെ ക്രുദ്ധനായി. അതുകൊണ്ട് അവൻ പറഞ്ഞു, അവർ എന്നെ പറ്റിച്ചു. അവർ 1 വർഷമെന്നാണ് പറഞ്ഞത്. ഞാനത് നേരെ ഇരട്ടിച്ച് 2 വയസ്സ് വരെ പ്രായമുള്ള എല്ലാറ്റിനെയും കൊല്ലുവാൻ പോവുകയാണ്. 17ഉം 18ഉം വാക്യങ്ങൾ. റാമയിൽ ഒരു ശബ്ദം കേട്ടു, കരച്ചിലും വലിയ നിലവിളിയും തന്നെ. റാഹേൽ മക്കളെ ചൊല്ലി കരഞ്ഞു, അവർ ഇല്ലായ്കയാൽ ആശ്വാസം കൈക്കൊള്ളുവാൻ മനസ്സില്ലാതിരുന്നു എന്ന് യിരെമ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അന്ന് നിവൃത്തിയായി. ഇതും ഒരു അസാധാരണമായ പ്രവചനമാകുന്നു. കരച്ചിലും നിലവിളിയും ബേത്ലഹേമിൽ കേൾക്കുമെന്നല്ല യിരെമ്യാവ് പറഞ്ഞിരിക്കുന്നത്. ബേത്ലഹേമിലും വലിയ മുറവിളി ഉണ്ടായിരിക്കുമെന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ യിരെമ്യാവ് അതത്ര ഇവിടെ സൂചിപ്പിക്കുന്നത്. ബേത്ലഹേം യെരുശലേമിൽ നിന്നും എത്രമാത്രം തെക്കാണോ അത്രയും യെരുശലേമിൽ നിന്നും വടക്കാണ് റാമ യിരെമ്യാവിൻ്റെ നാടായിരുന്നു എന്നും കൂടെ ഞാൻ പറയട്ടെ. ഞാൻ ചിന്തിക്കുന്നത്, ശിശുക്കളെ കൊല്ലുവാനുള്ള ആജ്ഞ പടയാളികൾക്ക് ലഭിച്ചപ്പോൾ അവരുടെ സൈന്യാധിപൻ ചോദിച്ചു കാണും, രാജാവെ, ഞങ്ങൾ എവിടെയാണ് ആരംഭിക്കേണ്ടത്? ഏതൊക്കെ സ്ഥലത്താണ് കുട്ടികളെ കൊല്ലേണ്ടത്? അതിന് വൃദ്ധനായ രാജാവിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നിരിക്കാം: യെരുശലേമിൽ നിന്നും ബേത്ലഹേം വരെയുള്ള ദൂരം വ്യാസാർത്ഥം ആകത്തക്ക വിധമുള്ള ഒരു വൃത്തം വരയ്ക്കുക. അങ്ങനെ വരുമ്പോൾ വടക്കുള്ള റാമയും അതിൽ ഉൾപ്പെടും. റാമ യേശുവിൻ്റെ ജനനവുമായി ഒരു വിധത്തിലും ബന്ധപ്പെട്ട സ്ഥലമേ അല്ലായിരുന്നു. പക്ഷേ ഹേരോദാവ് വളരെയധികം കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞു. ബേത്ലഹേം മുതൽ റാമ വരെയുള്ള ആ സ്ഥലങ്ങളിലെ കരച്ചിലും നിലവിളിയും ഏതാണ്ട് 10 മുതൽ 12 മൈൽ വരെ വ്യാസാർത്ഥം വരുന്ന സ്ഥലത്തെ നിലവിളി. തങ്ങളുടെ ഓമന കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടവരുടെ നിലവിളിയൊന്ന് ഓർത്തു നോക്കിക്കേ. അങ്ങനെ യിരെമ്യാവിലൂടെ നൽകപ്പെട്ട വചനവും അക്ഷരികമായി നിറവേറ്റപ്പെട്ടു. എത്ര മൃഗീയനായ ഒരു രാജാവായിരുന്നു ഹേരോദാവ്. അധികാരഭ്രാന്തിൽ അവൻ എന്തും ചെയ്യുവാൻ മടിക്കാതെ പ്രവർത്തിക്കുന്നു. അതെ, ദൈവവചനം എത്ര കൃത്യമാണ്. അത് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തിരുവെഴുത്തുകൾ വെറുമൊരു അറിവിനായി സൂക്ഷിച്ചവർക്ക് അതിൻ്റെ ആത്മീയ പ്രയോജനം ലഭിക്കാതെ പോയപ്പോൾ ആത്മാർത്ഥമായി അന്വേഷിക്കുകയും വചനമനുസരിക്കുകയും ചെയ്തവർ ക്രിസ്തുവിനെ ദർശിച്ചു. വചന പാണ്ഡിത്യമോ പ്രസംഗ വൈഭവമോ അല്ല, മറിച്ച് വിശ്വാസവും അനുസരണവുമാണ് വാഗ്ദത്തങ്ങളെ സ്വന്തമാക്കുവാനുള്ള ഏകമാർഗം. ഇതിനോടകം നിറവേറ്റപ്പെട്ട പ്രവചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്തുവിൻ്റെ 2ാം വരവിനെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങളും തീർച്ചയായും നിറവേറും എന്ന സത്യമാണ്. അതുകൊണ്ട് അവൻ്റെ വരവിനായി നാം ജാഗ്രതയോടെ ഒരുങ്ങിയിരിക്കണം. അതിന് കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.